അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, പരിപാവനമായ മുഹറം മാസത്തിൻ്റെ 14ാമത്തെ രാവിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. നാളെ 14ാമത്തെ പകലാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ മജ്ലിസിൽ പ്രത്യേകമായി ദുആരക്കാൻ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ക്യാൻസർ രോഗികൾ, അതുപോലെ തന്നെ കിഡ്നിക്ക് പ്രോബ്ലമുള്ള ആളുകൾ, കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, പ്രവാസികളായ നിരവധി പേര് അവരുടെ ജോലിയിൽ ബറക്കത്തുണ്ടാവാനും അതുപോലെ തന്നെ കുടുംബത്തിലേക്ക് ഐശ്വര്യമുണ്ടാവാൻ നിരവധി പേര് നമ്മുടെ കമൻറ്റിലൂടെയൊക്കെ പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞു. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാൻ പോവുകയാണ്. അതിനു മുമ്പ് നമുക്ക് ദിക്റും സ്വലാത്തും തസ്ബീഹൊക്കെ ഒന്ന് പറയണം. പലരും ചോദിച്ചു, ഉസ്താദെ, ഈ മുഹറം 9-നും 10-നും ചൊല്ലിയ ദിക്റും സ്വലാത്തും തസ്ബീഹൊക്കെ തന്നെയാണല്ലോ എപ്പോഴും ചൊല്ലുന്നത്, വേറെ വെറൈറ്റി ദിക്റൊന്നും ഇല്ലേ എന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, നമ്മൾ മുഹറം 9-നും 10-നും അല്ലെങ്കിൽ മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ ദിവസങ്ങളിൽ മാത്രം ചൊല്ലണം എന്ന് പറഞ്ഞൊരു ദിക്റുമില്ല. എല്ലാ ദിവസവും ചൊല്ലണം. പ്രത്യേകിച്ച് മുഹറം 9-നും 10-നും അതിൻ്റെ രാവിലേക്ക് നമ്മൾ ചൊല്ലേണ്ടതാണ്. അതേ ദിക്ർ തന്നെയാണ് മുഹറം മാസത്തിൻ്റെ എല്ലാ ദിവസവും എന്നല്ല, എല്ലാ ദിവസവും, വർഷത്തിലെ എല്ലാ ദിവസവും ചൊല്ലിയാൽ നിരവധി പ്രതിഫലങ്ങൾ കിട്ടുന്ന ആ ഒരു പുണ്യമായ അദ്കാറുകളാണ് നമ്മൾ ഇന്നത്തെ മജ്ലിസിൽ പ്രത്യേകം പറയാൻ പോകുന്നത്. ഇന്നും നാളെയെല്ലാം നമ്മൾ ചൊല്ലുന്ന ദിക്റുകൾ ഒന്നാണെങ്കിലും അതിൻ്റെ ശ്രേഷ്ഠതകൾ പലതാണ്. പല സമയത്തും നമ്മൾ ചൊല്ലുമ്പോൾ പല ഗുണങ്ങളാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതൊക്കെ ഇന്നലെയും ചൊല്ലിയതാണെന്ന് പറഞ്ഞ് ഇന്ന് ചൊല്ലാതിരിക്കരുത്. നമ്മൾ ഇന്നലെ ളുഹർ നിസ്കരിച്ചു, അതുകൊണ്ട് ഇന്ന് ളുഹർ നിസ്കരിക്കാതിരിക്കുന്നില്ല. ഇന്നലെ നമ്മൾ മഗ്രിബ് നിസ്കരിച്ചു, അതുകൊണ്ട് ഇന്ന് മഗ്രിബ് നിസ്കരിക്കാതിരിക്കുന്നില്ല. ഇന്നലെ മഗ്രിബ് നിസ്കരിച്ചു, ഇന്നും നിസ്കരിക്കുന്നു, നാളെ നിസ്കരിക്കും, മറ്റന്നാൾ. അതുപോലെ തന്നെ ഇന്നലെ ദിക്ർ ചൊല്ലിയ ദിക്ർ തന്നെ ഇന്നും ചൊല്ലുന്നു, അത് നാളെയും ചൊല്ലുന്നു. കാരണം ചൊല്ലുന്ന ദിക്റിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. അത് നമ്മൾ ചൊല്ലുന്ന സമയത്ത് നല്ല മനസ്സാന്നിധ്യത്തോടു കൂടി ചൊല്ലിയാൽ ഓരോ ദിവസവും ചൊല്ലും തോറും ഒരുപാട് ഇരട്ടി പ്രതിഫലമാണ് തരുന്നത്. അപ്പം ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് ചൊല്ലിയാലോ? നമ്മുടെ ഹലാലായ മുറാദുകൾ ഹാസിലാവാൻ, നമ്മുടെ പ്രശ്നങ്ങൾ മാറാൻ, നമ്മുടെ കടങ്ങൾ മാറാനൊക്കെ പറ്റിയ ചില ദിക്റുകളാണ് ഇന്നത്തെ മജ്ലിസിൽ പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ചൊല്ലാം. അല്ലാഹു തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. നമ്മൾ ഇൻഷാ അല്ലാഹ് ആദ്യമായി ചൊല്ലാൻ പോകുന്ന ദിക്ർ മഹാനായ തഴവ ഉസ്താദ് പാടിയതുപോലെ, ചൊല്ലലാ ഹൗല ജീവിതം എപ്പോഴും സ്റ്റൈല, അതിലൊരു ശക്കുമില്ലൊരിക്കലും ചിട്ട, തെറ്റിപ്പോകരുതേ അലസതയാലൊഴിക്കരുതേ, ദാരിദ്ര രോഗം ഏവനും ഭയക്കുന്നതാ, ലാ ഹൗല ലേഹ്യം മുഴുവനും അതിനുള്ളതാ, 99 രോഗത്തിനിതും നല്ലതാ, ക്ലേശം അതിൽ നിന്നേറ്റവും ലഘുവായതാ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. 99 രോഗത്തിന് ശിഫയാണെന്നാണ് നബി തങ്ങളുടെ ഹദീസ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയോ ശ്രേഷ്ഠതയാണെന്നറിയോ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അത് പറയാൻ പറ്റുന്നത് തന്നെ ഒരു ഭാഗ്യമാണെന്നാണ്. അത്രമാത്രം ശ്രേഷ്ഠത. ഒരുപാട് സ്വഹാബിമാർ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞ് അവരുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടമുണ്ടായ ഒരു ദിക്റാണ്. മാത്രമല്ല ഒരുപാട് സാമ്പത്തികമായ ഉന്നതി ഉണ്ട് ഒരുപാട് സ്വഹാബിമാർക്ക്, അല്ലെ? ഒറ്റ രാത്രി കൊണ്ട് അതിസമ്പന്നനായ ചരിത്രമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു സ്വഹാബി പറഞ്ഞിട്ട് ശത്രുക്കളിൽ നിന്നും കിട്ടിയത് 40,000 മാടുകളും 100 ഒട്ടകങ്ങളുമാണ്. അതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അതൊക്കെ മാറാനും, പ്രതിസന്ധികൾ മാറാനും, മാനസികമായ സമ്മർദ്ദം, അതുപോലെ തന്നെ കടം, എന്ത് പ്രശ്നം മാറാനും ഈ ഒരു ദിക്ർ മതിയാകും. ഇത് 70ഉം 100ഉം ഒക്കെയായി നമുക്ക് ഒരുപാട് വട്ടം പറയാം ഇൻഷാ അല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, 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 ലാ ഹൗല വലാ ഖുവത
قوة إلا بالله العلي العظيم لا حول ولا 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 قوة إلا بالله العلي العظيم. ഇനി നമ്മൾ പറയുന്നത് അല്ലാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മ ചേർത്തിട്ടുള്ള ഒരു ദുആയാണ് അല്ലേ. 99 പേരുകളുണ്ട് അള്ളാഹുവിന്. ഇസ്മുൽ ആദം അള്ളാഹുവിൻ്റെ ഉന്നതമായ പേരുകളിൽപ്പെട്ട ഒരു പേരാണെന്ന് അഭിപ്രായമുള്ള ആ ഇസ്മുൽ ആദം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ദുആയാണ്, ഒരു ദിക്റാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഹദ്ദാദിലൊക്കെ നമ്മൾ ആവർത്തിച്ച് പറയുന്ന ഒരു ദിക്ർ കൂടിയാണ്. യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. എന്താ അതിൻ്റെ അർത്ഥം? യാ ദൽ ജലാലി വൽ ഇക്റാം അല്ലേ, അള്ളാഹുവിൻ്റെ ഇസ്മുൽ ആദം അതാണ് അഭിപ്രായമുള്ള ആ വാക്ക് പറഞ്ഞിട്ട് അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, അള്ളാഹുവെ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മുഅ്മിനായി മുസ്ലിമായി ഞങ്ങളെ നീ മരിപ്പിക്കണേ അല്ലാഹ് എന്നാണ് നമ്മൾ ആ പറയുന്നത്. ഒന്നിച്ചു പറഞ്ഞു യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ الإسلام يا ذا الجلال والإكرام أمتنا على دين 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 الإسلام. അടുത്തതായി നമ്മൾ പറയുന്നത് അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള, എത്രത്തോളം? കടലിൻ്റെ നുരയോളം തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും പുറത്തു തരും, അള്ളാഹു മാപ്പാക്കുമെന്ന് നമുക്ക് ഹദീസുകളിൽ കാണുന്ന അതിപ്രധാനപ്പെട്ട ഒരു ദിക്റാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാ ദിവസവും മഗ്രിബ് നമസ്കാരത്തിന് ശേഷവും സുബഹി നമസ്കാരത്തിന് ശേഷവും ഇത് പറയൽ പ്രത്യേകം നല്ലതാണ്. രാത്രിയിലും പകലിലും എല്ലാ സമയത്തും നമുക്ക് പറഞ്ഞാൽ വമ്പൻ നേട്ടങ്ങൾ കിട്ടുന്ന, അള്ളാഹുവിൻ്റെ തൃപ്തിയും അതുപോലെ ഈമാൻ അധികരിച്ച് കിട്ടുന്ന, അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടുന്ന ഒരു ദിക്റാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചത് പറയാം. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء
شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ എല്ലാ ദിവസവും ചൊല്ലൽ അതിപ്രധാനപ്പെട്ട, കാരണം മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല ആ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെടുത്തിയല്ലോ. ആ ചരിത്രം നമുക്ക് വിശാലമായി നമ്മൾ കേട്ടതാണ്, അറിയാവുന്നതാണ്. അപ്പോൾ ആ ഒരു ദിക്ർ, ഖുർആൻ ആയത്താണത്, അതൊരു ദിക്റാണ്, തസ്ബീഹാണ്, ഇസ്തിഗ്ഫാറാണ്, എല്ലാമാണ്. അപ്പോൾ ആ തൗബയുടെ വചനം ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ആ ഒരു ദിക്ർ പറയാം. എന്താ ഇതിൻ്റെ അർത്ഥം? ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, ആരാധനക്കർഹൻ നീ അല്ലാതെ മറ്റാരുമില്ല, അല്ലേ, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു, ഞാൻ അക്രമികളിൽ പെട്ടുപോയവനാണ് എന്ന ഒരു വലിയൊരു വാചകമാണ് ഇതിൻ്റെ അർത്ഥം. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഒരു തസ്ബീഹാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ നിന്നും രക്ഷപ്പെടാൻ കാരണമായ, അല്ലെങ്കിൽ രക്ഷപ്പെടാൻ ഉള്ള അവസരം കിട്ടിയ ഒരു ദിക്ർ. ആ ഒരു ദിക്ർ ചൊല്ലിയപ്പോൾ നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ നിന്നും അല്ലാഹു തആല രക്ഷപ്പെടുത്തിയെങ്കിൽ നമുക്കും ഇന്നത്തെ കാലത്ത് അപകടങ്ങൾ ഉണ്ടാകും, അല്ലെ, ആക്സിഡന്റുകൾ, അതുപോലെ തന്നെ തീപിടുത്തം, അതുപോലെ ഒരുപാട് രോഗങ്ങൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, സങ്കടങ്ങൾ, ദുഃഖം, രോഗം എല്ലാം പെടും. ഇതിൽ നിന്നെല്ലാം, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷ കിട്ടാൻ നമുക്കും ചൊല്ലാൻ പറ്റിയ അതിപ്രധാനപ്പെട്ട ഒരു തവക്കുലിന്റെ ഒരു ദിക്റാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇനി പറയാൻ പോകുന്നത്. അതായത് എല്ലാ അപകടങ്ങളിൽ നിന്നും രക്ഷ കിട്ടുന്ന രക്ഷയുടെ മന്ത്രധ്വനികളാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് പറയാൻ പോകുന്നത്. നമുക്ക് ഒന്നിച്ചു പറഞ്ഞാലോ? എല്ലാവരും ഒന്നിച്ചു പറഞ്ഞോ, ഏറ്റു ചൊല്ലിക്കോ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ
ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. പരിശുദ്ധമായ മുഹറം മാസത്തിലെ നമ്മൾ അധികരിപ്പിക്കേണ്ട ദിക്റുകളുടെ കൂട്ടത്തിൽ ഒരു ദിക്ർ, അത് ദിക്റാണ്, അള്ളാഹുവിൻ്റെ ഇസ്മുമാണ്. അള്ളാഹ്ക്ക് 99 ഇസ്മുകളുണ്ടല്ലോ. ഇതൊരു ഇസ്മുമാണ്, ഇതൊരു ദിക്റാണ്, ഇതൊരു ദുആയാണ്, ഇതെല്ലാമാണ്. എല്ലാ കാറ്റഗറിയിലും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. ഒരുപാട് പുണ്യമുള്ള ഒരു ദുആയും കൂടിയാണിത്. മഹത്തുക്കളായ ഔലിയാക്കന്മാർ നിത്യമായി പറഞ്ഞിരുന്ന ഒരു ശ്രേഷ്ഠമായ ദിക്റാണ്, ഒരു ഇസ്മാണ് നമ്മൾ പറയാൻ പോകുന്നത്. മുഹറം മാസത്തിൽ ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ലാത്ത ദിക്റാണ്. ഇൻഷാ അല്ലാഹ് പറഞ്ഞോ. يا حي يا قيوم برحمتك أستغيث 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 يا حي يا قيوم برحمتك أستغيث. അടുത്തതായി നമ്മൾ ചൊല്ലാൻ പോകുന്നത് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ്. സ്വലാത്ത് ഒരുപാടുണ്ട്. സ്വലാത്തുകളുടെ നേതാവ്, രാജാവ് അതേതാണ്? ഇബ്രാഹിമിയ സ്വലാത്താണ്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരുപാട് നേട്ടങ്ങൾ കിട്ടിയ ഈ ഒരു മാസത്തിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇബ്രാഹിമിയ സ്വലാത്ത് ഒരുപാട് വട്ടം ഓതാം. ഇബ്രാഹിമിയ സ്വലാത്ത് പല രൂപത്തിലും വന്നിട്ടുണ്ട്. ചിലപ്പോൾ ചില വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ പറയാൻ പോകും, നമ്മൾ മദ്രസ കിതാബിലൊക്കെ പഠിക്കുന്ന രൂപത്തിലുള്ള ഇബ്രാഹിമിയ സ്വലാത്താണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇബ്രാഹിമിയ സ്വലാത്ത് നമുക്കൊക്കെ അറിയാം, കാണാതെ അറിയാവുന്നവരാണ്, നമ്മൾ എല്ലാ നിസ്കാരത്തിലും ഓതുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കൊക്കെ ഒരുപാട് നേട്ടങ്ങൾ വാങ്ങിത്തരുന്ന ആ സ്വലാത്ത് നമുക്ക് പറയാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم
إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد അടുത്തതായി നമ്മൾ ചൊല്ലാൻ പോകുന്നത് അതിപ്രധാനപ്പെട്ട ഒരു സ്വലാത്ത്. ഒരു പ്രാവശ്യം ചൊല്ലിയാൽ 6 ലക്ഷം പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയ അത്ഭുത നേട്ടം കിട്ടുന്ന സ്വലാത്ത്, അദദ് സ്വലാത്ത്. അതായത് എണ്ണത്തിനനുസരിച്ച് അള്ളാഹുവിൻ്റെ അറിവിലുള്ള എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതിൻ്റെ എണ്ണത്തിനനുസരിച്ച്. അപ്പോൾ 6 ലക്ഷമൊന്നുമല്ല, കോടാനു കോടി പ്രതിഫലങ്ങളാണ് അള്ളാഹു താല തരുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ സ്വലാത്ത് നമ്മൾ പറയുന്നു. അള്ളാഹുവേ, നിൻ്റെ അറിവിലുള്ള എല്ലാ കാര്യത്തിൻ്റെയും എണ്ണത്തിനനുസരിച്ച് നബി തങ്ങൾക്ക് ഗുണവും രക്ഷയും കൊടുക്കണേന്ന്. അള്ളാഹ്ക്ക് അറിയാത്ത എന്ത് കാര്യമുള്ള? അപ്പോൾ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളുടെയും എണ്ണം അതൊന്നും നമുക്ക് ക്ലിപ്തപ്പെടുത്താൻ അറിയില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിനനുസരിച്ച് നബി തങ്ങൾക്ക് ഗുണവും രക്ഷയും കിട്ടണമെന്നാണ് നമ്മൾ പറയുന്നത്. നമുക്ക് ഒന്നിച്ചു പറഞ്ഞാലോ? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. ഇനി നമ്മൾ പറയുന്നൊരു തസ്ബീഹാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ഭാര്യമാർക്ക് പഠിപ്പിച്ചു കൊടുത്ത, സ്വഹാബിമാരൊക്കെ പ്രത്യേകം ഇത് പഠിച്ചിരുന്നു എന്നാണ്. ഈ ഒരു ദുആഇൻ്റെ, ഇതൊരു ദിക്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ
ഇപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി, ആ ജോലി നമുക്ക് ഇഷ്ടപ്പെട്ടിരുന്നു, പക്ഷെ അത് നഷ്ടപ്പെട്ടു പോയി എങ്കിൽ അതിനേക്കാൾ ഹൈറായ ഒരു ജോലി നമുക്ക് കിട്ടാൻ, നമുക്കൊരു വാഹനം ഇഷ്ടപ്പെട്ടിരുന്നു, അത് നഷ്ടപ്പെട്ടു പോയി, എന്നാൽ അതിനേക്കാൾ ഹൈറായ ഒരു വാഹനം കിട്ടാൻ, നമുക്ക് എന്താണോ നഷ്ടപ്പെട്ടത് അതിനേക്കാൾ പുണ്യമുള്ളത് കിട്ടാൻ പറ്റിയ ഒരു ദുആയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇതെല്ലാ നിസ്കാരത്തിന് ശേഷം 11 വീതം ഓതിയാൽ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് മഹത്തുക്കൾ നമ്മൾ പഠിപ്പിക്കുകയാണ്. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞോ, അല്ലാഹുമ്മ അജിർനി ഫീ മുസീബതി വഅഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. 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 അൽഹംദുലില്ലാ, അല്ലാഹു തആല നമ്മൾ ഇത്രയും നേരം ചൊല്ലിയ ഒരുപാട് ദിക്റും സ്വലാത്തും തസ്ബീഹും അതുപോലെ വിശുദ്ധമായ ഖുർആനിലെ ആയത്തുകളും എല്ലാം അല്ലാഹു തആല അതിൻ്റെ പോരായ്മ അല്ലേ, നമ്മളതൊക്കെ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകളും അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടാകും. എല്ലാം അല്ലാഹു തആല പുറത്തു തരും. അല്ലാഹു റഹ്മാനാണ്, റഹീമാണ്, ഗഫൂറാണ്. അല്ലാഹു എല്ലാം പുറത്തു തന്ന് നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. പിന്നെ ഒരുപാട് പേര് ഇന്നത്തെ മജ്ലിസിൽ പ്രത്യേകം ഉസ്താദ് ദുആരക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് എല്ലാ മജ്ലിസിലും ദുആയുണ്ട്. നിങ്ങളൊക്കെ നമുക്ക് വേണ്ടി ദുആരക്കുക, നമ്മുടെ ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് വേണ്ടി ദ്വാരക്കുക. എല്ലാ സമയവും കൃത്യമായി നിങ്ങൾക്ക് ഇത്തരം വീഡിയോകൾ എത്തിച്ചു തരുന്ന ഒരുപാട് പേര് ഇതിൻ്റെ പുറകിൽ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ദ്വാരക്കുക. നമ്മളൊക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വേണ്ടി ദ്വാരക്കും. ഇപ്പോൾ നമ്മളെല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസിൽ ദ്വാരക്കാൻ പോവുകയാണ്. നമ്മുടെ ദിക്റിൻ്റെ മജ്ലിസിൻ്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മുടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ മാറ്റിത്തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. റബ്ബനാ വലംനാ أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. لا إله إلا أنت سبحانك إني كنت من الظالمين. أرحم الراحمين يا الله, രാജാതിരാജനായ റഹ്മാനെ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹു ഞങ്ങൾ പറയുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ ഞങ്ങളുടെ ഇരുലോക വിജയത്തിന് ഉപകാരപ്പെടുന്ന നല്ല കാര്യങ്ങളാക്കി നീ സ്വീകരിക്കണേ റഹ്മാനെ. പടച്ചവനെ റഹ്മാനെ, വിശുദ്ധമായ മുഹറം
മാസത്തിന്റെ സുന്ദരമായ ദിനങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. ഈ ദിനരാത്രങ്ങളെ ഞങ്ങൾ ചെയ്യുന്ന അമലുകളെല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഒരുപാട് ഇബാദത്തുകൾ ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. ഒരുപാട് പ്രവാചകന്മാർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നീ കൊടുത്തല്ലോ റഹ്മാനെ. ഞങ്ങൾക്കും ആ ഒരുപാട് ജീവിതത്തിൽ അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും നൽകണേ അല്ലാ. ഞങ്ങളുടെ പ്രതിസന്ധികൾ നീ മാറ്റിത്തരണേ അല്ലാ. പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഓരോ വീഡിയോകൾക്ക് താഴെയും ആയിരക്കണക്കിന് കമന്റുകളാണ് പരിശുദ്ധമായ ഈ മുഹറം മാസത്തിന്റെ സുന്ദരമായ ഈ മജ്‌ലിസുകളിൽ വെച്ച് ദുആരക്കാൻ ഞങ്ങളോട് വസിയത്ത് ചെയ്തിട്ടുള്ളത്. അല്ലാഹുവേ, ആരെല്ലാം എന്തെല്ലാം എവിടെ വെച്ചെല്ലാം എങ്ങനെയെല്ലാം ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് നിനക്കറിയാം. പ്രത്യേകിച്ച് കമന്റിലൂടെയൊക്കെ ദുആ പറയുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്, ഉമ്മമാരുണ്ട്, പാവപ്പെട്ട ഉപ്പമാരുണ്ട്. എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. പ്രതിസന്ധികൾ നീ ദൂരീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ മനസ്സിന്റെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ച് തരണേ അല്ലാ. ഞങ്ങൾ പുറത്തു പറയുന്നതും പറയാത്തതുമായ ഞങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ നീ അറിയുന്നവനാണ്. എല്ലാ കാര്യവും കൃത്യസമയത്ത് നീ ചെയ്തു തരണേ അല്ലാ. പ്രയാസ പ്രതിസന്ധികളിൽ പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, കടങ്ങൾ മാറ്റിത്തരണേ അല്ലാ. സങ്കടങ്ങൾ നീ ദൂരീകരിക്കണേ അല്ലാ. മാറാ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ആരെല്ലാം എന്തെല്ലാം രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നു എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാ. ഇന്നത്തെ മജ്‌ലിസിൽ പ്രത്യേകം ദുആരക്കാൻ പറഞ്ഞ ഒരുപാട് സഹോദരിമാരുണ്ട്, ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്. എല്ലാവരുടെയും എല്ലാ പ്രയാസ പ്രതിസന്ധികളും മാറ്റി സന്തോഷവും സമാധാനവും നീ കൊടുക്കണേ അല്ലാ. പരിശുദ്ധമായ ഈ ദിനരാത്രങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ നീ ഏറ്റെടുക്കണേ അല്ലാ. വിശുദ്ധമായ ഈ ദിനരാത്രങ്ങളെ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുകയാണ് ഈ ചാനലിലൂടെ. പ്രത്യേകിച്ച് ഒരുപാട് ദിക്റുകൾ ഞങ്ങൾ ഒന്നിച്ച് ചൊല്ലിയിട്ടുണ്ട്, ഇസ്തിഗ്ഫാർ പറഞ്ഞിട്ടുണ്ട്, തൗബ പറഞ്ഞിട്ടുണ്ട്. എല്ലാം നീ ഖബൂലാക്കണേ അല്ലാ. ഈ ഓരോ ദിക്റ് പറയുമ്പോഴും എന്തെല്ലാം നേട്ടങ്ങളുണ്ടോ അത് മുഴുവനും ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, മർഹമത്ത് കൊടുക്കണേ അല്ലാ. ഞങ്ങളാക്കി മാറ്റി ഞങ്ങളുടെ മാതാപിതാക്കൾ ഖബറിലാണ്, ഉസ്താദുമാര്, അതുപോലെ ബന്ധുമിത്രാദികൾ, ഭാര്യമാര്, ഭർത്താക്കന്മാര്, മക്കള്, മരുമക്കള്, പേരക്കുട്ടികൾ, ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ അയൽവാസികൾ, ഞങ്ങളുടെ കുടുംബക്കാർ ആരെല്ലാം മരണപ്പെട്ടു പോയോ അല്ലാഹുവേ, എല്ലാവരുടെയും ഖബറിടത്തിലേക്ക് ഞങ്ങൾ ഓതിയതും പറഞ്ഞതുമായ മുഴുവൻ നല്ല കാര്യങ്ങളുടെയും ഒരു വലിയ മിസ്ല സവാബ് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളൊക്കെ മരിക്കാനുള്ളവരാണ്, ഇന്നല്ലെങ്കിൽ നാളെ. ഞങ്ങളുടെ മരണം നീ ഖൈറിലാക്കണേ അല്ലാ, ബറക്കത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, എല്ലാ വിധത്തിലുള്ള നന്മയും കിട്ടുന്ന മരണമാക്കി മാറ്റണേ റഹ്മാനെ. ആക്സിഡന്റുകളെ തൊട്ട് കാക്കണേ അല്ലാ. അപകട മരണങ്ങൾ വരുന്നതിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പെട്ടെന്നുള്ള മരണങ്ങൾ, മോശപ്പെട്ട മരണങ്ങളെ തൊട്ട് ഞങ്ങൾ എല്ലാവരെയും നീ സലാമത്താക്കണേ അല്ലാ. അല്ലാഹുവേ, രോഗങ്ങൾ തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. മാരകവുമല്ലാത്തതുമായ മുഴുവൻ അസുഖങ്ങളെ തൊട്ടും കാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ സലാമത്താക്കണേ അല്ലാ. അപകടങ്ങൾ കാത്തിരിക്കുന്ന കാലമാണ് അല്ലാഹുവേ, മോശത്തരങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന കാലമാണ്. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും എല്ലാവിധത്തിലുള്ള ശൈത്താന്റെ ശർറിനെ തൊട്ട് കാക്കണേ അല്ലാ. മയക്കുമരുന്നിന്റെ അടിമകളാക്കല്ലേ അല്ലാ. മോശത്തരത്തിൽ പെട്ടുപോകുന്നതിനെ തൊട്ട് അല്ലാഹു ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കൾ പഠിക്കുന്നവരാണ്, അവരുടെ പഠനത്തിൽ നീ ഉന്നതമായ വിജയം നൽകണേ അല്ലാ, സലാമത്ത് നൽകണേ അല്ലാ. നല്ല റിസൾട്ട്, നല്ല മാർക്കോടുകൂടി പാസ്സാവാനുള്ള തൗഫീഖ് എല്ലാം നീ കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഭാര്യമാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ ഭർത്താക്കന്മാർക്ക് നീ ഖൈറ് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെയൊക്കെ സ്വഭാവങ്ങളെ നന്നാക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് പേര് കച്ചവടം ചെയ്യുന്നവരാണ്, കച്ചവടത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അതുപോലെ തന്നെ കൃഷി ചെയ്യുന്നവരുണ്ട്, കൃഷിയിൽ നീ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ. ബിസിനസ്സിൽ നീ വളർമ്മ കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, വീടില്ലാത്തവരുണ്ട്, ഖൈറായ വീട് കൊടുക്കണേ അല്ലാ. വീട് പണി നടക്കുന്നവരുണ്ട്, ഈ വിനീതൻ ഉൾപ്പെടെ. ഞങ്ങളുടെയൊക്കെ വീടിന്റെ പണി നീ എളുപ്പത്തിലും റാഹത്തിലും സന്തോഷത്തിലും ആക്കി തരണേ അല്ലാ. കടങ്ങൾ വരുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്ന നിരവധി സഹോദരിമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. ഖൈറായ ഇണകളെ നീ വേഗത്തിൽ അവർക്ക് അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് ദ്വാരക്കുമ്പോൾ ഞങ്ങളിൽപ്പെട്ട ഒരുപാട് പേര് ഹോസ്പിറ്റലിൽ കഴിയുകയാണ്. റബ്ബേ, അവരുടെയൊക്കെ എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാ.
ക്യാൻസർ രോഗം തരല്ലേ അല്ലാ, ബ്രെയിൻ ട്യൂമർ തരല്ലേ അല്ലാ, കിഡ്നിക്ക് പ്രോബ്ലം തരല്ലേ അല്ലാ. ഞങ്ങളുടെ ശരീരത്തിലോ ഞങ്ങളുടെ ആന്തരിക ബാഹ്യമായ അവയവങ്ങളിൽ എന്തെല്ലാം രോഗങ്ങളുണ്ട്, അണുക്കളുണ്ടെന്ന് നിനക്കറിയാം. എല്ലാം ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നീ കരിച്ചു കളയണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, പ്രവാസികളായ ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞു. എല്ലാ പ്രവാസികൾക്കും നീ ഖൈറ് കൊടുക്കണേ അല്ലാ. അവരുടെ ജീവിതത്തിൽ അവരുടെ ജോലിയിൽ നീ എല്ലാവിധ ബറക്കത്തും സലാമത്തും ഏറ്റി കൊടുക്കണേ അല്ലാ. ലോക മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ, അഭിമാനം നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, പരിശുദ്ധമായ മുഹറം മാസം, ഈ മുഹറം മാസത്തിൽ എന്തെല്ലാം നന്മകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ടോ എല്ലാം നീ സ്വീകരിക്കണം റഹ്മാനെ. കഴിഞ്ഞുപോയ ദുൽഹിജ്ജ മാസത്തിൽ ഒരുപാട് നന്മകൾ ഞങ്ങൾ ചെയ്തതാണ്, അതും നീ കബൂലാക്കണയല്ല. ഈ വർഷം ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണയല്ല. അല്ലാഹു, ഒരുപാട് പ്രവാചകന്മാർക്ക് ഒരുപാട് വിജയം കൊടുത്ത മാസമാണല്ലോ ഈ മുഹറം മാസം. ഞങ്ങൾക്കും നീ വിജയം തരണേ അല്ലാ. അല്ലാഹു, ഒരുപാട് ഇബാദത്ത് എടുക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്. പരിശുദ്ധമായ ഈ മുഹറം മാസത്തിന്റെ അതിപ്രധാനപ്പെട്ട ഈ ഒരു സമയത്ത് നമ്മൾ ചൊല്ലിയ ദിക്റും സ്വലാത്തൊക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ. നാളെയും നമ്മുടെ മജ്‌ലിസ് ഉണ്ടാകും. എല്ലാവരും നല്ലതുപോലെ പങ്കെടുക്കുക. അല്ലാഹു നമ്മുടെ ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാ വിധത്തിലുള്ള അപകടങ്ങളെ തൊട്ടും എല്ലാ വിധത്തിലുള്ള ആപത്ത്, മുസീബത്ത്, കണ്ണേർ, സിഹറിനെ തൊട്ട് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. വിഷമങ്ങളും സങ്കടങ്ങളും അല്ലാഹു തആല മാറ്റിത്തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.